എന്നതാടാ എന്തോ വലിയ കോളുണ്ടെന്ന് വിളിച്ചു ഊണത് കേട്ടത്? ഈ ദുരനുഭവം പുറത്തു പറഞ്ഞപ്പോൾ ഒരു യുവനടൻ എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവനടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട്. എനിക്ക് നീതി വേണം യുവർ ഓണർ. തരാം, നോക്കട്ടെ. എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ ആരോപണ നിഴലിലാണ്. ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത്. ഇപ്പൊ പെമ്പിളേരെ നോക്കിയാൽ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഞാൻ ആരുടെയും പേര് എടുത്ത് പറയുകയോ അങ്ങനെ അതിന് വേണ്ടി ഞാൻ പറയുന്നില്ല. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി. അപ്പൊ നായിക നടന്ന് എവിടെയാ അവളുടെ സ്ഥലം? ബോംബെയിലാണ്. ബോംബെ. നായിക നടന്ന് വരികയാണ്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. നായിക നടന്നു വരിക. നായിക നടന്നു വരുന്നു. നടന്നു വരുമ്പോ കൈ കാണിച്ചിട്ട് നിർത്തിയിട്ട് പറയും ഐ ലവ് യു എന്ന് പറയും. ഞാൻ വേറൊരു സെഷൻ ചോദിക്കട്ടെ? എന്താ? ഇങ്ങനെ നടന്നു വരുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് സോറി, അത് മാത്രമേ ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ നാമം നിങ്ങളെ പെരുക്കില്ല. എടുത്ത് പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല. എന്നാൽ അത് ആരാണെന്ന് അറിയാനൊരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചത്. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വ്യക്തമായില്ലേ? അവനത് പറയില്ല. നീ അത് വിട്, നമുക്ക് മിഷനിൽ ഫോക്കസ് ചെയ്യാം. അതിൽ വ്യക്തത വരുത്തണം എന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത്? സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് വണ്ടിയിൽ എഴുതി വെച്ചിട്ട് അതേ വണ്ടിയിൽ പീഡനം നടത്തുന്ന സൈക്കോളജിക്കൽ മൂവ്. എന്നാ പോവാ? ഞാനായിട്ട് ഒരു പേരോ കാര്യങ്ങളിലേക്ക് പോയി അവരുടെ ഫാമിലിയെ ബുദ്ധിമുട്ടില്ല. ആളുകൾ എന്തും അസംഷൻ എത്തിക്കോട്ടെ, അതിലിപ്പോ നമുക്കൊന്നും പറയാനില്ല. ആളെ കണ്ടില്ലെങ്കിൽ വേണ്ട, അതേ കണ്ടുപിടിച്ചോളാം. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി അത് ഏത് നായിന്റെ മോന്റെ കത്തിയാണെന്ന് അളന്ന് കണ്ടുപിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ. ആ അഭ്യാസം ഇപ്പോഴും മറന്നിട്ടില്ല കിൻഡൽ വർക്കിച്ചൻ. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇരുന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത്. സത്യം. അയ്യോ, ഞാനിനി പീഡിപ്പിക്കില്ല സാർ.